നമസ്കാരം. PSC 10th ലെവൽ പ്രിലിംസ് പരീക്ഷ ഫെബ്രുവരിയിൽ നടക്കുമോ? അതുപോലെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് ഈ ചാനലിൽ പൂർണ്ണമായിട്ടും ഫെബ്രുവരിക്ക് മുമ്പ് കവർ ചെയ്യുമോ? ഈ രണ്ട് സംശയങ്ങൾ കമന്റ് ബോക്സിലും വാട്സപ്പിലും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതിന് മറുപടി പറയാനാണ് ഈ ചെറിയ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിൽ ആദ്യം നമുക്ക് രണ്ടാമത്തെ സംശയം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. രണ്ടാമത്തെ സംശയം ഇതാണ്: ഫെബ്രുവരിക്ക് മുമ്പ് നിങ്ങളുടെ പരീക്ഷയുടെ സിലബസ് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് ഈ ചാനൽ പൂർണ്ണമായും തീർക്കുമോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ 2-3 ആഴ്ചക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഫെബ്രുവരി വരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ക്ലാസ്സുകൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും ഫെബ്രുവരിക്ക് ശേഷം എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റ് ടെലഗ്രാം ചാനൽ വഴി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പലരും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് മറുപടി ആ വീഡിയോയിൽ പറഞ്ഞു. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഇനി രണ്ടാമത്തെ കാതലായിട്ടുള്ള കാര്യത്തിലോട്ട് വരാം. 10th ലെവൽ PSC പ്രിലിംസ് പരീക്ഷ ഫെബ്രുവരിയിൽ നടക്കുമോ? അല്ലെ, ഏത് പരീക്ഷ എന്ന് നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിനുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാടും ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, ഏതാണ്ട് 10-18 ലക്ഷത്തോളം പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ്. 10-18 ലക്ഷത്തോളം പേര് എഴുതുന്നു. അത് 3-4 ഘട്ടമായിട്ട് നടത്തേണ്ട ഒരു പരീക്ഷയാണ്. അപ്പൊ ഇത്രത്തോളം പേര് മാസമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ കൂടി വേണം. പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് വണ്ടി വേണം, പരീക്ഷ എഴുതാനായിട്ട് മറ്റ് സൗകര്യങ്ങൾ വേണം. അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. PSCക്ക് വളരെ കുറച്ച് ആപ്ലിക്കൻസ് ഉള്ള പരീക്ഷകളൊക്കെ നടത്താൻ പറ്റും, ഈ സാഹചര്യത്തിൽ നടത്താൻ പറ്റും. PSC നടത്തുന്നുണ്ട്. ഇപ്പോൾ LP പരീക്ഷ നടത്തി, UP അസിസ്റ്റന്റ് പരീക്ഷ നടത്തി. പക്ഷെ ആപ്ലിക്കൻസ് വളരെ കുറവാണ്. ഇതങ്ങനെയല്ലല്ലോ, ഇത് ഒരുപാട് ഈ പറഞ്ഞ ആപ്ലിക്കൻസ് ഉള്ളതാണ്. അപ്പൊ അത് സർക്കാരിന്റെ കൂടി താല്പര്യം, സർക്കാരിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് PSCക്ക് കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെതായിട്ടുള്ള ബുദ്ധിയിൽ. 7 മുതൽ 10 ദിവസത്തിനകത്ത് ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരറിയിപ്പ് PSCയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും ഒരു കാര്യം ഈ ചാനൽ കാണുന്നവർ മനസ്സിലാക്കാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 18 ലക്ഷത്തോളം പേര് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും. അതില് ഒരു 10-17 ലക്ഷത്തിനും ഈ പരീക്ഷ എന്ന് നടക്കോ നടക്കൂലേ എന്നുള്ളതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അഭിപ്രായമോ ആകാംക്ഷയോ ഉത്കണ്ഠയോ ഒന്നുമില്ല. ഏകദേശം 1 ലക്ഷത്തോളം പേർക്കാണ് ഇതിന് അമിതമായിട്ടുള്ള ആകാംക്ഷയുള്ളത്. ആ അമിതമായിട്ടുള്ള ആകാംക്ഷ കാണിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി തയ്യാറെടുക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ പറഞ്ഞ സമയത്ത് തന്നെ ഫെബ്രുവരിയിൽ പറ്റുമെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ നടക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെ നടക്കും എന്ന് പ്രതീക്ഷിച്ച് തയ്യാറെടുത്ത് പോകണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചക്ക് മുമ്പ് നിങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കണം. ഈ ചാനലും അതിലെ ഈ പറഞ്ഞ ക്ലാസ്സുകളുമൊക്കെ ആ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചക്ക് പരീക്ഷ നടക്കുമെന്നുള്ള രീതിയിൽ തന്നെ റിവിഷൻ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയിരിക്കും. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് നടക്കുന്നത് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും. കാരണം പ്രിലിംസ് പരീക്ഷ നീണ്ടുപോയാൽ, ഒരു പക്ഷേ നീണ്ടുപോയാൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ പരീക്ഷ ഉടനെ നടത്തേണ്ടി വരും. പ്രിലിംസ് പരീക്ഷ നീണ്ടുപോയാൽ മെയിൻ പരീക്ഷ വലിയ ഗ്യാപ്പ് ഒന്നുമില്ലാതെ ഉടനെ നടത്തേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ ഒരുപാട് തയ്യാറെടുപ്പിനുള്ള സമയം ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കാൻ ഇടയില്ല. അപ്പൊ ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. അപ്പോൾ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം എനിക്ക് ഈ ചാനലിലെ വ്യൂവേഴ്സിന് തരാനുള്ളത് ഇതാണ്: നിങ്ങൾ ഫെബ്രുവരിയിലെ ആദ്യത്തെ ആഴ്ചക്ക് മുമ്പായിട്ട് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ട സകല ടോപ്പിക്കും പഠിച്ചു തീർത്തിരിക്കണം. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു തരുന്ന സമയത്തും മെയിൻ പരീക്ഷയെ കൂടെ ഉദ്ദേശിച്ച് തന്നെയാണ് കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ
സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. അതിനകത്ത് മെയിൻ പരീക്ഷയ്ക്ക് കൂടി സാധ്യമാവാത്ത വിധത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത ചില ടോപ്പിക്കുകളും തീർച്ചയായിട്ടും മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന് ശേഷം തുടർന്ന് കൊണ്ടുപോകും. എങ്കിൽ പോലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നോ മറ്റു ചില കാരണങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊരു കാര്യം പറയുമല്ലോ. അതുപോലെ ഒരു കാര്യം ഞാനിവിടെ പറയുന്നില്ല. 90% പരീക്ഷ മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേക സാഹചര്യത്തിൽ 90% പരീക്ഷ മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായമാണ്. ചിലപ്പോൾ 8 നിലയിൽ പൊട്ടിയേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത്. നന്ദി.